അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാറിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്ന ഒരു ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ക്യാരറ്റ് പോള നമ്മൾ പലതരത്തിൽ ഗ്രേറ്റ് ചെയ്തിട്ടും വേവിച്ചിട്ടും ഒക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എന്നാൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോളയാണ്. അപ്പോൾ ആ ഒരു റെസിപ്പി ഇന്ന് കണ്ടാലോ, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അച്ചൂസ് ടൈം എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ക്യാരറ്റ് പോള ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 വലിയ സൈസിലുള്ള ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നങ്ങ് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായി ഒന്നങ്ങ് ക്യാരറ്റ് സോഫ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ആ ഒരു ക്യാരറ്റ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ഉപ്പ് കൂടിപ്പോവരുത്. പിന്നെ ആ ഒരു മുട്ടയുടെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറിക്കിട്ടാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനുമായിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആ ഒരു ക്യാരറ്റിൻ്റെ തരികളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും നമ്മുടെ ക്യാരറ്റ് പോളൊക്കെ. അപ്പോൾ പാൽപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഏതൊരു പാത്രത്തിലാണോ നമ്മൾ ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു സെയിം പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്നങ്ങ് വറുത്ത് കോരി മാറ്റി വെക്കുക. പിന്നെ ഇത് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആ ഒരു നെയ്യുടെ ഫ്ലേവർ ആകുമ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ പോള കഴിക്കുമ്പോൾ. പിന്നെ ഇത് ഒരുപാടങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായൊന്ന് ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കിത് ഇതിൽ നിന്നും കോരി മാറ്റാം. കണ്ടില്ല, ഈ ഒരു കളറാകുന്ന സമയത്ത് അണ്ടിപ്പരിപ്പൊക്കെ ഈ ഒരു കളറാകുന്ന സമയത്ത് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാക്കി വന്നിട്ടുള്ള നെയ്യ് ഉണ്ടല്ലോ, ആ ഒരു സെയിം നെയ്യിൽ തന്നെയാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു നല്ല നെയ്യുടെ ഫ്ലേവറും കിട്ടും, പിന്നെ അടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ഒന്നങ്ങ് വെന്ത് വരുന്ന സമയത്ത്, അതൊന്ന് വെലിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് താണു പോകും, പിന്നെ മുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് അതൊന്നങ്ങ് ആ ഒരു മുട്ടയും ക്യാരറ്റൊക്കെ വെലിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു 20-25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു സമയത്ത് നമ്മൾ അടിയിൽ ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ദോശക്കല്ലോ പഴയ ഫ്രൈ പാൻ എങ്ങാനുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം മുകളിൽ ഈ ഒരു പാത്രം വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഡയറക്റ്റ് ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു പോളയൊന്നും വെച്ച് കൊടുക്കരുത്. ക്യാരറ്റ് പോള, കായ്പോള അങ്ങനത്തെ പോളകളൊക്കെ പെട്ടെന്ന് അടി കരിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുമ്പോൾ എത്ര നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയാലും അത് പെട്ടെന്ന് അങ്ങ് ഹീറ്റായിട്ട് അടി കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശക്കല്ല് വെച്ചാലും മതിയേ. ഇനി ഇത് നമ്മൾ തിരിച്ചിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ കണ്ടില്ലേ, അടി കരിഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് ഈ ഒരു ക്യാരറ്റ് പോള. നമ്മൾ ആ ഒരു പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്രയും സോഫ്റ്റാണ്. നമ്മൾ സ്പോഞ്ച് പോലെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരറ്റ് പോള ഉണ്ടാവുക. നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് കാണുമ്പം തന്നെ മനസ്സിലാവും, കത്തി വെക്കുമ്പം തന്നെ അങ്ങനെ തന്നെ അതങ്ങ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ്. പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ആ ഒരു ചൂടോടെ കഴിക്കുന്നതിലും നല്ലത് ഒന്നങ്ങ് തണുപ്പിച്ചിട്ട് ചൂടാറിയിട്ട് കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്, തിന്നാനും അതിലേറെ ടേസ്റ്റുമാണ്. പിന്നെ ക്യാരറ്റ് പോള പല വെറൈറ്റിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരറ്റ് പോള ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്നൊരു റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു ക്യാരറ്റ് നമ്മൾ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പോളയാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ് ക്യാരറ്റ് പോളയൊക്കെ, പണ്ടേ ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കുക്കിംഗ് ഒക്കെ ഇപ്പോൾ പഠിച്ചു വരുന്ന കുട്ടികളൊക്കെ ഉണ്ടായില്ല, അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.